ഹലോ നമസ്കാരം. ഡോക്ടർ എലിസബത്ത് ജോൺ ആണ് സംസാരിക്കുന്നത്. നമ്മളെ മറ്റുള്ളവർ റിജക്ട് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? നമ്മളെ സ്നേഹിക്കുന്നവര്, നമ്മൾ സ്നേഹിക്കുന്നവര് നമ്മളെ മറ്റുള്ളവർ റിജക്ട് ചെയ്യുമ്പോൾ, പ്രത്യേകമായി നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കാം, ഭാര്യ ആയിരിക്കാം, നമ്മുടെ കുട്ടികളായിരിക്കാം, സഹോദരങ്ങൾ തമ്മിലായിരിക്കാം, നമ്മളെ റിജക്ട് ചെയ്യപ്പെടുന്നു എന്ന ഫീലിംഗ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു സങ്കടത്തിൽ അല്ലെങ്കിൽ ഒരു വിഷമത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണോ ചെയ്യേണ്ടത്? നമ്മളെക്കുറിച്ച് തന്നെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണോ ചെയ്യേണ്ടത്? അല്ല. അതിന് പകരം അതിനെ എങ്ങനെ മാറ്റി നല്ലൊരു പോസിറ്റീവായിട്ടുള്ള തോട്ട്സിലേക്ക് വന്ന് എങ്ങനെ പോസിറ്റീവായി നമ്മൾ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിപ്പിച്ചു തരുന്നത്. ആദ്യമായി നമ്മുടെ ഹസ്ബൻഡിനോട് പോയി നമ്മൾ ചോദിക്കുക, ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലൊന്ന് പൊയ്ക്കോട്ടെ. അപ്പം നോർമലി ഹസ്ബൻഡ് പറയും, ഇന്ന് പോകണ്ട, നാളെ പോകാം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പറയുക. അല്ലെങ്കിൽ ഇവിടെ വേറെ പണിയില്ലേ, വീട്ടിൽ കുറേ ജോലികളില്ലേ, അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ ഇന്ന് വരുന്നില്ലേ, സോ നമുക്ക് നാളത്തേക്ക് ആക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാക്കാം. ഇങ്ങനെയുള്ള ഒരു മാറ്റിവെക്കല് കണ്ടിന്യൂസ് ആയി വരുമ്പോൾ നമ്മളെ റിജക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള ഫീലിംഗ് ആയിരിക്കാം മേ ബി വരിക. അല്ലെങ്കിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ 3-4 ഒരു 3-4 കൂട്ടുകാർ നിൽക്കുമ്പം ആ 3-4 കൂട്ടുകാരിൽ ഒരു 2 കൂട്ടുകാർ കൂടുതലായി വർത്താനം പറയുകയും മൂന്നാമത്തെ കുട്ടിക്കോട് ഒത്തിരി വർത്തമാനം പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടിയും അവിടെ റിജക്ട് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും വരിക. ഇങ്ങനെ ഓരോ സിറ്റുവേഷനിലും നമ്മൾ റിജക്റ്റഡ് ആകുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് ഫോം ചെയ്ത് നെഗറ്റീവ് ഇമോഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിലെ സന്തോഷമല്ലേ നഷ്ടപ്പെട്ടു പോകുന്നത്? സോ അത് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? സോ നമ്മൾ അതിനായിട്ട് ജസ്റ്റ് നമ്മളൊരു കസേരയിൽ ചാരിയിരിക്കുകയോ, നമുക്ക് റിജക്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് വരുമ്പോൾ സ്വസ്ഥമായിട്ടൊരു കട്ടിലെ പോയി ഒന്ന് കിടക്കുകയോ ചെയ്തിട്ട് കണ്ണടച്ചിട്ട് ഇമാജിൻ ചെയ്യുക. അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാം. എപ്പം വേണമെങ്കിലും നമുക്കത് ഇമാജിൻ, ഇങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ എപ്പം വേണമെങ്കിലും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം. ജസ്റ്റ് കണ്ണടച്ചിട്ട് നമ്മൾ റിജക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. നമ്മൾ കണ്ണടച്ചിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം, ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ഹസ്ബൻഡിനോട് ഞാൻ ചെന്ന് ചോദിക്കുവാണ്, എന്നെ ഒന്ന് വീട്ടിലേക്ക് വിടാവോ, അല്ലെ 2 ദിവസം അവിടെ നിർത്താൻ സമ്മതിക്കുമോ എന്ന് പോയി ചോദിക്കുന്ന സെനാരിയോ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. അതിനുശേഷം അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഐഡന്റിഫൈ ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായി നിങ്ങളുടെ ശരീരത്തിൽ എന്ത് ഫീലിങ്സ് ആണ് അപ്പൊ തോന്നുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്ത, മേ ബി നമ്മൾ മനസ്സിലപ്പോൾ ചിന്തിക്കുന്ന, എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പോയി ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് പറയും പോകണ്ടെന്ന് പറയും. അപ്പം എനിക്ക് എന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ലേ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് ഒരു വിലയില്ലേ, എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ലേ, എന്നെ ആരും കൺസിഡർ ചെയ്യുന്നില്ലേ, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും നമുക്ക് ആ സമയത്ത് കടന്നു പോകുന്നത്. സോ നമ്മൾ ആ ചിന്തേനെ നമ്മൾ എന്ത് ചെയ്യുക? ചലഞ്ച് ചെയ്യുക. അതായത് ആ സമയത്ത് തന്നെ നമ്മൾ ആ ചിന്തേനെ ചലഞ്ച് ചെയ്യാം. എന്താണ്? എന്നെ ഹസ്ബൻഡ് എന്നെ റിജക്റ്റ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. ആ റിജക്റ്റ് ചെയ്യപ്പെടുന്ന ചിന്തകൾ മൂലം എൻ്റെ വാല്യൂ കുറഞ്ഞു പോകുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും, എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് എന്നെ അനുവദിച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ എന്നെ അവർ ഉൾപ്പെടുത്തിയില്ലെങ്കിലും എൻ്റെ വാല്യൂ കുറഞ്ഞു പോകുന്നില്ല എന്ന് മനസ്സിനോട് നമ്മൾ ചലഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ വേറെ രീതിയിൽ ചലഞ്ച് ചെയ്യാം. ഇതിന് പകരമായി എനിക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമിൽ എനിക്ക് പോകാൻ സാധിക്കും, ഇവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ടൈം നോക്കി എനിക്ക് പോകാൻ സാധിക്കും. ഈ തോട്ട്സ് മൂലം, ഇങ്ങനെയുള്ള ഇവരെന്നെ റിജക്റ്റ് ചെയ്തത് മൂലം എൻ്റെ ജീവിതത്തിന്റെ വാല്യൂയോ എൻ്റെ സന്തോഷമോ എൻ്റെ സാറ്റിസ്ഫാക്ഷനോ ഞാൻ ഇല്ലാതാക്കുന്നില്ല എന്ന് ആ നെഗറ്റീവായിട്ട് വന്ന ചിന്തയ്ക്ക് പകരമായി നമ്മൾ ഓൾട്ടർ ചെയ്ത ഈ തോട്ട്സ് നമ്മൾ കൊടുക്കുക. അതിനുശേഷം കണ്ണു തുറന്നു വരിക. ഇത് റിപ്പീറ്റഡ് ആയി നമുക്ക് പല പ്രാവശ്യം പല സിറ്റുവേഷനിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇതുപോലത്തെ വരുമ്പോൾ ഇങ്ങനത്തെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് അത് വിഷ്വലൈസ് ചെയ്ത് നമ്മളാണെന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മൾക്കുള്ള വാല്യൂ നമുക്കുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് പുതിയൊരു ബിലീഫ് സിസ്റ്റം നിങ്ങൾ ഫോം ചെയ്യുക.
റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ എവരുടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഏതാനും സെക്കൻഡുകളിലുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട്ണർ ആയിരിക്കാം, നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, ജോലി സ്ഥലത്തുള്ളവരായിരിക്കാം, അവർ നമ്മളെ റിജക്റ്റ് ചെയ്താലും നമുക്ക് പ്രയാസം വരില്ല. നമ്മൾ നമ്മളായി തന്നെ നമ്മൾ നിലനിന്നുകൊണ്ട് നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഡോക്ടർ എലിസബത്ത് ജോൺ ആണ് സംസാരിക്കുന്നത്, ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്ററിൽ നിന്ന്. താങ്ക് യു.